ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ വീണ്ടും ഒരു വ്ളോഗുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഇപ്രാവശ്യം ഞാൻ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് എനിക്ക് കിട്ടിയൊരു സർപ്രൈസ് ഗിഫ്റ്റ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. വെഡ്ഡിങ് ആനിവേഴ്സറി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആണല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു ഡേക്ക് ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടൊരു ഗിഫ്റ്റ് എനിക്ക് സർപ്രൈസ് ആയിട്ട് കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പം നമുക്കത് അൺബോക്സ് ചെയ്താലോ. ഞാൻ ചെറുതായിട്ട് കണ്ടായിരുന്നു അത് മോളിൽ കൂടെ എങ്ങനെയാണെന്നൊക്കെ. ബട്ട് നമുക്കത് പൊട്ടിക്കാനുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ കാരണം ഇങ്ങനെ സൈഡിൽ നിങ്ങളെയും കൂടി കാണിച്ചു തരാൻ വേണ്ടി ബാക്കി സൈഡിൽ വെച്ചിരിക്കുക കേട്ടോ. അപ്പം ഇതാണ് ആ സംഭവം. ആ ഐറ്റം DJI Osmo Pocket 3. അപ്പോൾ ഇത് എനിക്ക് പുള്ളി ആക്ച്വലി എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് നമുക്ക് ചാനൽ മോണിറ്റൈസ് ആയി അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഒക്കെ ആയിട്ട് മേടിക്കാം എന്നായിരുന്നു. പക്ഷേ എൻ്റെ ചാനലിൽ വലിയ കാര്യമായിട്ട് സബ്സ്ക്രൈബേഴ്സും കയറുന്നില്ല, ലൈക്കോ മോണിറ്റൈസേഷനോ ഒന്നും ഇപ്പം ഈ അടുത്ത കാലത്തൊന്നും ആവില്ല എന്തായാലും, എനിക്ക് ഉറപ്പുണ്ട്. ബട്ട് ഔട്ട് ഓഫ് നോവെയർ ലൈക്ക് ഈ ഒരു ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ നമുക്കിതിൽ എന്താണെന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്താലോ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ക്രിയേറ്റർ കോംബോ. ഇതിനെപ്പറ്റി ഒരുപാട് റിവ്യൂവേഴ്സ് റിവ്യൂ ഇട്ട് കണ്ടിട്ടുണ്ട്. ബട്ട് ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ സ്വന്തം റിവ്യൂ ചെയ്യാൻ പോകുന്നത്. റിവ്യൂ എന്നല്ല, എന്നാലും നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് കുറേ ഐറ്റംസ് ഉണ്ടെന്നാണ് കേട്ടത്. ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് ഒരു ബാഗിലാണ് കേട്ടോ വരുന്നത്. ഗൈസ്, ഇതിന് നല്ല വെയിറ്റുള്ളൊരു ബോക്സല്ല ബാഗാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്ന് നോക്കാം. ഇതിൻ്റെ അകത്തൊരു ബോക്സും പിന്നെ രണ്ട് കുഞ്ഞു ബുക്സും വരുന്നുണ്ട്. ഇതെനിക്ക് തോന്നുന്നു അതിൻ്റെ വല്ല ഗൈഡോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. നമുക്ക് ഈ ബോക്സിൽ എന്താണെന്ന് നോക്കാം. ഇത് ഈ നമ്മുടെ ക്യാമറ ഓസ്മോ പോക്കറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു പ്രൊട്ടക്റ്റീവ് കേസാണിത്. ഇത് പൊട്ടിക്കണോ? പൊട്ടിച്ചേക്കാല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഗൈസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വൈഡ് ആംഗിൾ ലെൻസ് വെക്കാനുള്ള ഒരു ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട്. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു ചിപ്പ് വെക്കാനുള്ളതെന്ന് തോന്നുന്നു കേട്ടോ. ക്യാമറേൻ്റെ വല്ല എക്സ്ട്രാ വൈഡ് ലെൻസോ ചിപ്പോ വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഈ ഒരു ഓപ്പണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ത്രെഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെക്കിലിങ്ങനെ കവർ ചെയ്തിടാൻ വേണ്ടി ഒരു പീസ് ഇടുന്ന ഒരു സ്മോൾ ഓപ്പണിംഗ്. കൊള്ളാം. സോ നമുക്ക് അടുത്ത മെയിൻ ഐറ്റം പൊട്ടിച്ച് നോക്കാം. മാറ്റി വെച്ചേക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ കാത്തിരുന്ന ആ ഒരു DJI Osmo Pocket 3. ഇതൊരു ബാഗാണ് ഗൈസ്. ലിറ്ററലി ഒരു സിബ് ഓപ്പൺ ചെയ്ത് തുറക്കുമ്പോൾ ഇതിൽ എന്തൊക്കെയാണെന്ന് കാണാനാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഗൈസ്, ഈ ഒരു ചെറിയ ബാഗിൻ്റെ അകത്ത് എന്തൊക്കെയുള്ളതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ആദ്യം തന്നെ ക്യാമറയിൽ നിന്ന് തന്നെ തുടങ്ങി. ഇതാണ് ഗൈസ് DJI Osmo Pocket 3. ലിറ്ററലി ഒരു എന്താ പറയുക, ഒരു ഹാൻഡ് സൈസ്, ഒരു അത്രേ ഉള്ളൂ. ഭയങ്കര ഹാൻഡി, ഭയങ്കര സ്മോളാണ് കേട്ടോ. ഓക്കെ, ഇത് ഒന്ന്. പിന്നെ ഈ ബാഗിൻ്റെ അകത്ത് അതിൻ്റെ തന്നെ ആക്സസറീസ്, ഈ ഒരു ക്യാമറയിലേക്ക് കണക്ട് ചെയ്യുന്ന സാധനങ്ങളായിരിക്കും. അപ്പോൾ ഗൈസ്, ഇതിലടുത്തതായി വരുന്നത് ഒരു കണക്ടറാണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ
ഇത് നമ്മുടെ ക്യാമറയിലേക്കും ഇത് ട്രൈപോഡ് ആക്കാൻ വേണ്ടി കണക്ട് ചെയ്യുന്ന ഇതൊരു കണക്ടർ മാതിരി ഒരു യൂസാണ് നമുക്കുള്ളത്. പിന്നെ ഇതൊരു കൈൻഡ് ഓഫ് ഒരു ബാറ്ററി, ഒരു എക്സ്ട്രാ ബാറ്ററി പോലെയാണ്. ഇതൊരു USB അല്ല, ഒരു പവർ ബാങ്കിൻ്റെ ഒരു റോളാണ് പ്ലേ ചെയ്യുന്നത്. പിന്നെ ഇതാണ് ട്രൈപോഡ് സ്റ്റാൻഡ്. ഇതൊരു 3 ലെഗ് ട്രൈപോഡ് സ്റ്റാൻഡാണ്. ഇത് അടിയിലേക്ക് ഈ പറഞ്ഞ കണക്ടറിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇവിടെ ഓസ്മോ പോക്കറ്റ് നമ്മുടെ ക്യാമറ കണക്ട് ചെയ്തിട്ട് നമുക്കൊരു 3 സ്റ്റാൻഡ് ട്രൈപോഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ വരുന്നത് ഒരു മൈക്കാണ്. ഞാനൊരു മൈക്ക് സെപ്പറേറ്റ് മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി. ബട്ട് ഒരു മൈക്കും വരുന്നുണ്ട്, DJIൻ്റെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് സൈസ് മൈക്ക്. പിന്നെ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈ മൈക്കിലേക്ക് തന്നെ ഇവിടെ ഒരു ഹോളുണ്ട്, പിന്നെ ഒരു പ്ലഗ് ചെയ്യാൻ പറ്റും ഗൈസ്. ഈ സാധനം നമ്മൾ പുറത്തെങ്ങാനും പോവുകയാണെങ്കിലുണ്ടല്ലോ, ഇത് ഒരു കൈൻഡ് ഓഫ് ഒരു കണ്ടോ ഒരു കുഷനുണ്ട് സൈഡിൽ. ഇത് ആക്ച്വലി നമ്മൾ പുറത്തെങ്ങാനും പോവുകയാണെങ്കിൽ വിൻഡ് അടിക്കുമ്പോൾ നമ്മുടെ സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കാൻ വേണ്ടി ഈ ഒരു സാധനം നമ്മൾ ഇതിലോട്ട് മൈക്കിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ആക്സസറിയാണേ. പിന്നെ ഇതിനകത്ത് വരുന്നതൊരു കേബിൾ, ഒരു നോർമൽ ഒരു കേബിൾ, എന്തിനെങ്കിലും കണക്ട് ചെയ്യാവുന്ന ഒരു കേബിളായിരിക്കും, അല്ലെങ്കിൽ ഒരു ടൈപ്പ് സി ടൈപ്പ് കേബിൾ. ചാർജ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും പേർപ്പസിനുള്ളതായിരിക്കും. ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, നമ്മളിനി യൂസ് ചെയ്യുമ്പോഴായിരിക്കും പലതും അറിയുന്നതും. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഈ ഒരു സ്മോൾ ബാഗിൻ്റെ അകത്ത് ഇത്ര ഐറ്റംസ് ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്കിതെല്ലാം ഊരി ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയാലോ. ഗൈസ്, അങ്ങനെ നമ്മൾ ട്രൈപോഡൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ASMR സാറ്റിസ്ഫാക്ഷൻ വീഡിയോ ആയാലോ. ആഹാ, എന്തൊരു സാറ്റിസ്ഫൈ. അത്രയും കിട്ടിയില്ല, എന്നാലും കുഴപ്പമില്ല ഗൈസ്. അപ്പം ഞാൻ വീഡിയോയിലൊക്കെ കുറേ യൂട്യൂബേഴ്സിൻ്റെയൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുള്ളത്, ഇത് തിരിച്ചു കഴിഞ്ഞാൽ, ഈ സ്ക്രീൻ തിരിച്ചു കഴിഞ്ഞാൽ ഇത് ഓണാവും, ഇതിൻ്റെ DJI എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കുന്ന. വർക്കാവും എന്തോ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ലാംഗ്വേജ് സെറ്റ് ചെയ്യണം, ഇംഗ്ലീഷ് ഗൈസ്. അപ്പോൾ ഇത് ഓൺ ആയിട്ടുണ്ട്. ഇതിനകത്ത് എന്തൊക്കെയോ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്കാൻ ദ QR കോഡ് ടു കണക്ട്. ഓക്കെ, ഇതിൻ്റെ ആപ്പിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഈ QR കോഡ് സ്കാൻ ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ ഗൈസ്, ഇതിൻ്റെ ആപ്പിൻ്റെ പേരാണ് DJI Mimo. ഈ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ റെക്കോർഡ് ചെയ്യുന്ന ക്യാമറയൊക്കെ നമുക്ക് ഫോണിലേക്ക് ഡയറക്റ്റ്ലി കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഡിവൈസാണ്. നമ്മൾ ഇതിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് ഈ ഫോണിൽ ഈ ആപ്പ് യൂസ് ചെയ്ത് കാണാൻ പറ്റും. നമുക്ക് ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്തേക്കാം. അപ്പം ഗൈസ്, ആപ്പ് സെറ്റായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. accept. ഓക്കെ, ഇതിൻ്റെ കുറേ ടേംസ് ഓഫ് യൂസ് പറയുന്നുണ്ട്. എല്ലാം നമ്മൾ വായിച്ചതായിട്ട് കണക്കാക്കി. ഇനി അഗ്രി. എൻഷുർ ബ്ലൂടൂത്ത് ഇസ് പ്രോപ്പർലി കണക്റ്റഡ്, അലൗ ആക്സസ്, നെക്സ്റ്റ്. അപ്പോൾ ഗൈസ്, നമ്മൾ ക്യാമറ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഓസ്മോ പോക്കറ്റ് 3 യൂസ് ചെയ്തിട്ടുള്ള വിഷ്വൽസ് ആണ് ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് DJI ഓസ്മോ പോക്കറ്റിൽ 3യിൽ നിന്നുള്ള വിഷ്വൽസ് ആണ്. ഇപ്പോൾ വരുന്ന ഓഡിയോ ആക്ച്വലി മൈക്കിൽ നിന്ന് വരുന്ന ഓഡിയോ ആണ് കേട്ടോ. മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്ര ക്ലിയർ ആയിട്ട് ഓഡിയോ കിട്ടുന്നത്.
ആക്ച്വലി ഞങ്ങൾക്കൊരു 8ൻ്റെ പണി കിട്ടി ഇന്നലെ. ഞങ്ങൾ SD കാർഡ് ഉണ്ടായിരുന്നില്ല ഇത് മേടിച്ചപ്പോൾ. അപ്പോൾ ഞങ്ങളത് മേടിക്കാൻ വേണ്ടി പിറ്റേ ദിവസം വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നായിരുന്നു, കാരണം അപ്പോഴേക്കും കടയൊക്കെ അടച്ചു പോയിട്ടുണ്ടായിരുന്നു. ബട്ട് അത്യാവശ്യം ലോ ലൈറ്റിൽ തന്നെ നല്ല ഒരു വ്യൂവും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ, ഇപ്പോൾ ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ ടൈം ആക്ച്വലി എനിക്ക് തോന്നുന്നു 8 മണി അടുത്തായി. എന്നിട്ടും നല്ല ക്ലിയർ വ്യൂ ആണ്, നല്ല വെളിച്ചവും ലൈറ്റും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഓൾമോസ്റ്റ് കുറച്ച് വിഷ്വൽസും ഭാഗങ്ങളും ഒക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് ഇപ്പോൾ കിട്ടിയത് കൊണ്ട് കാര്യമായിട്ട് ഇതിനോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഞാൻ ഫ്യൂച്ചറിൽ ഇത് കൂടുതലും എക്സ്പ്ലോർ ചെയ്ത് യൂസ് ചെയ്ത് അത് നല്ലതും അതിൻ്റെ ബെനിഫിറ്റ്സും പ്രോസും കോൺസും എന്താണെന്ന് അറിഞ്ഞ് ഞാൻ നിങ്ങളുടെ അടുത്ത് എന്തായാലും പറഞ്ഞു തരുന്നതായിരിക്കും. ഒത്തിരി റിവ്യൂവേഴ്സ് ഇത് ചെയ്തിട്ടുണ്ടാകും, ബട്ട് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഞാൻ എന്തായാലും ഇതിനൊരു റിവ്യൂ ഇടുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.